നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന SCERT പാഠഭാഗത്തിൽ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്ററാണിത്. ആ പാഠഭാഗത്ത് നമ്മളിന്ന് ഹോം റൂൾ ലീഗിനെ പറ്റിയിട്ടും അതുപോലെ മറ്റ് വിപ്ലവ സംഘടനകളും അത് രൂപം കൊണ്ട സ്ഥലവും നേതൃത്വം നൽകിയവരെ പറ്റിയിട്ടും ഒക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഹോം റൂൾ ലീഗിനെ ഒന്ന് നോക്കാം അല്ലേ. 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. അപ്പോൾ 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാവുകയും ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. അപ്പോൾ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗ് പ്രവർത്തനം ആരംഭിച്ചത്? ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗ് പ്രവർത്തനം ആരംഭിച്ചത്. അത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. അപ്പോൾ എന്തായിരുന്നു ഹോം റൂൾ ലീഗിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? സ്വയം ഭരണമായിരുന്നു ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രചാരണത്തിനായിട്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും അതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആരൊക്കെ? ആനി ബസന്റും ബാലഗംഗാധര തിലകും ചേർന്ന്. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ ചിത്രം നമുക്കിവിടെ കണ്ടാൽ അറിയാം. ആനി ബസന്റിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഒരു ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് എന്തു ചെയ്തു? ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 1917 ആനി ബസന്റ് കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിലാണ് അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ടുള്ള ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. ഏത് വർഷമാണ്? 1917. ഏത് സമ്മേളനത്തിൻ്റെ അധ്യക്ഷയായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷയായിരുന്നു. നമ്മളിവിടെ നിന്നും പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും സജീവമാകുന്നതും അതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമായിട്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും അതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ജയിൽ മോചിതയായ ശേഷം 1917 കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാക്കുന്ന ആദ്യ വനിതയാണ് ആര്? ആനി ബസന്റ്. 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലാണ്. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ ഒരു സമ്മേളനമാണ് തീരുമാനിച്ചത്. അപ്പോൾ 1916 ലക്നൗ സമ്മേളനത്തിൽ അത് കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനമാണ്. ഈ ഒരു സമ്മേളനം സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അങ്ങനെ മിതവാദികളും തീവ്രദേശീയവാദികളും അതുപോലെ തന്നെ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ ഈ ഒരു ലക്നൗ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ടായത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിലർ എന്താണ് രഹസ്യ വിപ്ലവ സംഘടനകളെ രൂപീകരിച്ച് സായുധ സമരത്തിൻ്റെ മാർഗം അവലംബിച്ചിരുന്നു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രം അമർച്ച ചെയ്യാൻ കഴിയൂ എന്നെന്താണ് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ചിരുന്ന സംഘടനകളാണ് അനുശീലൻ സമിതി, ഭാരത് മാതാ അസോസിയേഷൻ, യുഗാന്തർ പാർട്ടി, ഗദ്ദർ പാർട്ടി മുതലായവ. അപ്പോൾ നമുക്ക് ഈ വിപ്ലവ സംഘടനകൾ വിശ്വസിച്ചത് സായുധ സമരത്തിൻ്റെ മാർഗം അവലംബിച്ചുകൊണ്ടാണ് ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാനായിട്ട് പാശ്ചാത്യ സാമ്രാജ്യത്വത്തെ അമർച്ച ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് വിശ്വസിച്ചവരാണ് ഈ സംഘടനയിൽപ്പെട്ടവർ. ഇവിടെ അനുശീലൻ സമിതി സ്ഥലം ബംഗാളാണ്. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അനുശീലൻ സമിതി സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. ഭാരത് മാതാ അസോസിയേഷൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചത് മദ്രാസിലാണ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഭാരത് മാതാ അസോസിയേഷന് നേതൃത്വം നൽകിയത്. യുഗാന്തർ പാർട്ടിയും ബംഗാൾ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചതാണ്. അത് റാഷ് ബിഹാരി ബോസും ഖുദീറാം ബോസും കൂടിയാണ് നേതൃത്വം നൽകിയത് യുഗാന്തർ പാർട്ടിക്ക്. ഗദ്ദർ പാർട്ടി അമേരിക്കയിലാണ് പ്രവർത്തനം നടത്തിയത്. ലാല ഹർദയാലാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ അനുശീലൻ സമിതി ബംഗാൾ ആസ്ഥാനമായിട്ട് സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും നേതൃത്വം നൽകിയ വിപ്ലവ സംഘടനയാണ് ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസ്, നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി ബംഗാളാണ്. റാഷ് ബിഹാരി ബോസും ഖുദീറാം ബോസുമാണ്. ഗദ്ദർ പാർട്ടി അമേരിക്കയിലാണ്. ലാല ഹർദയാലാണ് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണെന്ത് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത് അല്ലേ. ഒരു രാഷ്ട്രം വേണമെന്നും ആ രാഷ്ട്രത്തിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും ഒക്കെ ഉള്ള ആശയങ്ങൾ അത്രയും ശക്തി പ്രാപിക്കാൻ കാരണമായത് ഒരു ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിച്ചത്. നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൻ്റെ 2 പാഠഭാഗങ്ങൾ, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് തുടങ്ങുന്ന പാഠഭാഗവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് SCERT പാഠപുസ്തകങ്ങൾ കൂടുതൽ കവർ ചെയ്യണം നമുക്ക്. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.